അതെ, ഈ പ്ലേറ്റിൽ ഇരിക്കുന്ന സാധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പലതരം റാഡിഷുകളാണ്. ഇതെല്ലാം പച്ചക്ക് കഴിക്കാവുന്നതാണ്. ഇത് പർപ്പിൾ ഡൈക്കൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കൂടുതലും നമ്മുടെ ഈസ്റ്റ് ഏഷ്യൻ സൈഡിലോട്ടുള്ള ക്യുസീൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഇത് കൂടുതലും സാലഡ്സിനകത്തും പിന്നെ പിക്കിളാക്കിയും ഒക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. ദേ നോക്കിക്കേ, ഇതിന് സ്വീറ്റ് ടേസ്റ്റാ കേട്ടോ. ചെറിയൊരു കവർപ്പ് ഉണ്ടാവും, പക്ഷെ ആ കവർപ്പ് ടേസ്റ്റ് ഉള്ള ഒരു കവർപ്പ്. ഇതിന്റെ പേര് വാട്ടർമെലൺ റാഡിഷ് എന്നാണ്. ദേ നോക്കിക്കേ, ഒരു വാട്ടർമെലൺ ഡകം പോലെ ഇല്ലേ? ഇതും കൂടുതലും സാലഡ്സിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ പുറത്ത് ചീസ് വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ. ഇതും സ്വീറ്റാ കൂടുതലും. പിന്നെ റാഡിഷിന് എപ്പോഴും ഒരു കവർപ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനും ഉണ്ട് കേട്ടോ. ചെറിയൊരു എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിന്റെ പേര് ഗ്രീൻ മീറ്റ് റാഡിഷ് എന്നാണ്. എപ്പോഴും ഈ റാഡിഷ് പകുതി ലൈറ്റ് ഗ്രീനും പകുതി ഡാർക്ക് ഗ്രീനുമായിട്ട് തന്നെ ഇരിക്കും. സാലഡ്സിലിട്ടാ കൂടുതൽ കഴിക്കാറുള്ളത് കേട്ടോ. ദേ നോക്കിക്കേ, ഇത് മറ്റേ റാഡിഷിന്റെ അത്രയും സ്വീറ്റ് അല്ല കേട്ടോ, കുറച്ചുകൂടെ ബ്ലാങ്ക് ടേസ്റ്റാ. എനിക്ക് ഈ റാഡിഷ് വലുതായിട്ട് ഇഷ്ടമല്ല കേട്ടോ. ഇതിന്റെ പേര് റെഡ് കിങ് റാഡിഷ് എന്നാണ്. എന്ത് ഭംഗിയാ ഇതിന്റെ അകം കാണാൻ. ഇതും മെയിൻ ആയിട്ട് സാലഡ്സിൽ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിന് മറ്റേ റാഡിഷുകളുടെ അത്രയും കവർപ്പ് തോന്നുന്നില്ല കേട്ടോ. മൈൽഡ് ആയിട്ടൊരു മധുരം ഉണ്ട് താനും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറ, ഞാൻ വേറെ വെറൈറ്റികൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നോക്കിക്കേ, എനിക്ക് നാട്ടിലെ വയലറ്റ് കരിമ്പ് കിട്ടി കേട്ടോ. നല്ല ജ്യൂസാ കണ്ടോ.